സർവശക്തനായ ദൈവം അബ്രഹാമിൻ്റെ, ഇസഹാക്കിൻ്റെ, യാക്കോബിൻ്റെ ദൈവമെന്ന് അറിയപ്പെടുവാൻ താല്പര്യപ്പെടുന്നത് എന്തുകൊണ്ടെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒന്നുമില്ലായ്മയിൽ നിന്ന് ഉയർന്നു വന്ന അബ്രഹാം, ദേശത്ത് ക്ഷാമമായിരുന്നപ്പോഴും വിതച്ച് 100 മേനി ഫലം കൊയ്ത ഇസഹാക്ക്, വീട്ടിൽ നിന്ന് ഒന്നുമില്ലാത്തവനായി ഇറങ്ങിപ്പോകേണ്ടി വന്ന യാക്കോബ്, ദൈവത്തിലുള്ള വിശ്വാസത്തിലും സർവശക്തനായ ദൈവത്തോട് ചെയ്ത ഉടമ്പടിയുടെ അടിസ്ഥാനത്തിലും 2 കൂട്ടമായി മടങ്ങി വന്ന യാക്കോബ്. ഇവരുടെ 3 പേരുടെയും പൊതു സ്വഭാവം, ഇല്ലായ്മയിൽ അവർ സർവശക്തനായ ദൈവത്തെ വിളിച്ചപേക്ഷിച്ച് ഉയർന്നു വന്നവരാണ്, സമൃദ്ധിയിൽ വന്നവരാണ്, സമ്പന്നതയിൽ വന്നവരാണ്. അതുകൊണ്ട് ദൈവം അവരുടെ ദൈവമെന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. ഞാനും നിങ്ങളും ഇല്ലായ്മയിൽ കിടക്കുന്നവരായിരിക്കാം, ബുദ്ധിമുട്ടിൽ കിടക്കുന്നവരായിരിക്കാം. എന്നാൽ അബ്രഹാം, ഇസഹാക്ക്, യാക്കോബിനെ പോലെ ദൈവത്തെ വിളിച്ച് ഉയർന്നു വരണം, സമ്പന്നതയിലേക്ക് വരണം, ഐശ്വര്യത്തിലേക്ക് വരണം, നന്മയിലേക്ക് വരണം. അപ്പോൾ ദൈവം നമ്മുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ അഭിമാനിക്കും.